പറന്നു അവിടെ ചെന്നു. അവിടെ ഒരു പർവ്വത മുകളിലിരുന്നു. എന്നിട്ട് ആഞ്ജനേയ ശരീരമൊക്കെ ചെറുതാക്കിയിട്ട് ആലോചിച്ചു, ഇനി എന്നാ ചെയ്യണ്ടേ? ഈ ലങ്കയിൽ ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പൊന്നും ഇല്ലല്ലോ ഇട്ട് നോക്കാൻ. ഇനിയിപ്പോൾ എങ്ങനെ ലങ്ക നഗരം കണ്ടുപിടിക്കണ്ടേ? അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചു. ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് ലങ്കയുടെ ഉദ്ദേശമൊക്കെ മനസ്സിലാക്കി. സന്ധ്യ അവിടെ വരെ കാത്തു നിന്നു. അത് ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ നിൽക്കണം എന്നർത്ഥം. ശക്തി ഉണ്ടെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തടത്ത് നിന്ന് തല്ലി മേടിക്കല്ല വേണ്ടേ. ശക്തി ആവശ്യമുള്ളിടത്താണ് ഉപയോഗിക്കേണ്ടത്. സന്ധ്യ അവിടെ വരെ കാത്തുന്നു. രാത്രിയായി. പതുക്കെ ഒരു പൂച്ചക്കുഞ്ഞിൻ്റെ വലുപ്പത്തിലുള്ള കുരങ്ങൻകുട്ടിയായി. പതുക്കെ നടന്ന് ലങ്കയുടെ പ്രവേശന ദ്വാരത്തിലെത്തി. അവിടെ കയറാൻ നിർത്തിയപ്പോൾ ഒരാൾ തടഞ്ഞ ആളുടെ പേര് ലങ്കാലക്ഷ്മി. അകത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. വയ്യാന്ന് പറഞ്ഞു. പിന്നെയും പോകണമെന്ന് പറഞ്ഞു. പിന്നെ തടഞ്ഞപ്പോൾ ഇടത് കൈ കൊണ്ട് ഒരൊറ്റ അടി കൊടുത്തു. 4 മറച്ചും മറിച്ച് താഴെ വീണു. ഇപ്പോൾ ഇപ്പം എനിക്ക് മനസ്സിലായി അകത്ത് പൊക്കോളാൻ പറഞ്ഞു ലങ്കാലക്ഷ്മി. ചിലർക്ക് അങ്ങനെയാണ്, ഒന്ന് കിട്ടിയാലേ മനസ്സിലാവുള്ളൂ. അത് ഉപദ്രവിക്കണ്ട. ഇപ്പോൾ സിംഹിക്കെ കൊന്നു കളയാനൊന്നുമില്ല, ഇത് പാവാണേ. അതുകൊണ്ട് എനിക്ക് ബ്രഹ്മാവ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരുത്തം വരും, നീ തടയും, അന്നൊരു സമ്മാനം കിട്ടും, അപ്പോൾ നിനക്ക് ബോധം ഉണ്ടാവും, നീ ഇന്ന എൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നുള്ളൂ എന്ന് പറഞ്ഞൊരു കഥയുണ്ടത്. അങ്ങനെ അതിൻ്റെ അകത്ത് കിടന്നു. ഇനിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ്ടേ. ഇനി സീതാദേവി എവിടെ പോയി നോക്കണ്ടേ? ഈ കൊട്ടാരത്തിൽ കയറി ഇങ്ങനെ കറങ്ങി നടന്ന് അപ്പോൾ രാജനെയും പറഞ്ഞു, ഈ സ്ത്രീകളുള്ളിടത്തല്ലേ സ്ത്രീകളെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ അന്തഃപുരത്തിൽ പ്രവേശിക്കുക. അന്തഃപുരത്ത് പറഞ്ഞാൽ കൊട്ടാരത്തിലെ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന കെട്ടിടം. അവിടെ ചെന്നു. അവിടെ രാത്രി ആണ് ചെല്ലുന്നത്. അപ്പോൾ പല രീതി കിടക്കുന്നവരുണ്ട്, പല ഭാഗത്ത്. അപ്പോൾ ആഞ്ജനേയന് വിഷമമായി. ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന മുറിയിലെ സ്ത്രീകളെ നോക്കണത് ശരിയാണോ? ആഞ്ജനേയൻ്റെ ചിന്തയാണ്. എന്തു ചെയ്യുമ്പോഴും നമ്മുടെ മനസാക്ഷി പിടിക്കണം, ഇത് ശരിയാണോ? അപ്പോൾ ആഞ്ജനേയൻ്റെ മനസാക്ഷി പറഞ്ഞു, കുഴപ്പമില്ല, സ്ത്രീകളുടെ കൂട്ടത്തിലല്ലേ കാണാൻ പറ്റുള്ളൂ. പിന്നെ നിനക്ക് ഇവരെ കാണുമ്പോൾ അരുതാത്ത ചിന്തയൊന്നുമില്ലല്ലോ, പിന്നെന്താ കുഴപ്പം? അമ്മയുണ്ടോ നോക്കൂ, ദേവി ഉണ്ടോ നോക്കൂ. അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോൾ ഒരു മുറി ചെന്നു. അവിടെ അതിസുന്ദരിയായ ഒരു സ്ത്രീ കിടക്കുന്നു, നല്ല തേജസ്. ആഞ്ജനേയന് സന്തോഷമായി. ദേവിയെ കണ്ടെത്തി. അപ്പം വാൽമീകി കുരങ്ങൻ്റെ ചില സ്വഭാവം കാണിച്ചു. വാലെ പിടിച്ച് കടിച്ചു, തൂണെ പിടിച്ച് കയറി. രാത്രിയാണ്, നല്ല ഉറക്കാണ്. ആ സ്ത്രീ നല്ല ഉറക്കാണ്. പെട്ടെന്ന് ചിന്തിച്ചു, സീതാദേവിക്ക് ഇത്രയൊക്കെ സൗന്ദര്യമുണ്ട്, പക്ഷെ ഇങ്ങനെ ഉറങ്ങുമോ? രാമനെ കണ്ടിട്ട് ഇപ്പോൾ കാണാത്തതുകൊണ്ട് എനിക്ക് വിഷമം. അപ്പോൾ ദേവിക്ക് രാമനെ പിരിഞ്ഞിന്ന് ദേവി ഒരിക്കലും ഇങ്ങനെ ഉറങ്ങില്ല. ഇതാണ് റീസണിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. കാരണസഹിതം വേണം തീരുമാനത്തിൽ. ഇത് ദേവി അല്ല, ഉറപ്പാ. പിന്നെ എൻ്റെ ദേവി അവിടെ പോയി. പിന്നെ നടക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴോ അതിസുന്ദരനായൊരു ധീരൻ, വർണ്ണിക്കണിട്ട് കൊതിയാവും. സ്വർണ്ണ നിറം, ശ്വാസം എടുക്കുമ്പോൾ കൊടുങ്കാറ്റകത്ത് ശ്വാസോച്ഛ്വാസം നോക്കി നമ്മുടെ ആരോഗ്യം തിരിച്ചറിയാം. ഇങ്ങനെ കിടക്കുന്ന ഒരിത് കാണുവാണ്. അപ്പോൾ ആകപ്പാട് ഇതായി. അപ്പോഴാണ് മനസ്സിലായി ഇത് രാവണനാണേ. അപ്പോൾ ആഞ്ജനേയന് ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, എൻ്റെ രാവണ, നീ നല്ല സ്വഭാവമായിരുന്നെങ്കിൽ നീ ഇന്ദ്രനാവേണ്ടവനല്ലേ? നിൻ്റെ കയ്യിലിരിപ്പും കൊണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെയായത്? ഇതിൻ്റെ അർത്ഥം എന്താ? നമുക്കൊക്കെ മഹാന്മാരാവാനുള്ള എല്ലാ ശക്തിയുണ്ട്. നമ്മുടെ കയ്യിലിരിപ്പ്, അതായത് നമ്മുടെ സ്വഭാവം, നമ്മുടെ ശീലങ്ങളാണ് നമ്മളെ രാമനോ രാവണനോ ആക്കുന്നത്. അവിടുന്ന് പിന്നെ നടന്നു. കുറയ്ക്കുമ്പോൾ വളരെ സുന്ദരമായ രംഗമുണ്ട്. ഈ ദേവിയെ കാണാൻ വന്നപ്പം ഹനുമാൻ സ്വാമി വിചാരിച്ചു, ഇനിയിപ്പം തിരിച്ചു പോകണ്ട. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. തിരിച്ചു ചെന്ന് ദേവിയെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ രാമൻ താങ്ങില്ല. രാമൻ ചിലപ്പോൾ മരിച്ചു പോകും. രാമനില്ല എന്ന് പറഞ്ഞാൽ ലക്ഷ്മണൻ ജീവിച്ചിരിക്കില്ല, ലക്ഷ്മണനും മരിച്ചു പോകും. രാമനും ലക്ഷ്മണൻ മരിച്ച ശത്രുഘ്നനും ഭരതനും ജീവിച്ചിരിക്കില്ല. ഇവർ 4 പേരും പോയാൽ ഉറപ്പാണ് അയോധ്യാവാസികൾ മുഴുവൻ മരിക്കും. ഞാൻ ഈ വാർത്ത അറിയിക്കുന്നില്ല, ഞാനും ഇവിടെ കിടന്ന് മരിച്ചോളാം. ദേവിയെ കണ്ടില്ല എന്ന് പറയാൻ ഞാൻ പോവില്ല. ഇതാ രാജഭക്തി, ദേശസ്നേഹം. ദേശത്തിന് വേണ്ടി എൻ്റെ ജീവിതം പോയാലും കുഴപ്പമില്ല. പെട്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു, ഇല്ല, ദേവി മരിച്ചിട്ടുണ്ടാവില്ല. ദേവി മരിച്ച എൻ്റെ രാമൻ വിടില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ വരാം. അപ്പോൾ നമ്മൾ മറുചിന്ത കൊണ്ട് അതിനെ മറികടക്കണം. ആണ് ആഞ്ജനേയനെ ചിന്തിച്ചാലുള്ള ഗുണം. പിന്നെ നടക്കുകയാണ്. അപ്പോൾ ഒരു സൂചന കിട്ടി. എന്താ? കാറ്റ് തൻ്റെ അടുത്തോടെ ഇങ്ങനെ വീശുന്നു. കാറ്റ് അച്ഛനാണല്ലോ, വഴി കാണിക്കാമെന്ന് മനസ്സിലായി. ഈ പ്രകൃതിയിലെ ഓരോന്നും നമ്മളെ വഴി കാണിക്കും. നമ്മൾ നാമം ജപിച്ച് ധാർമ്മികമായി ജീവിച്ചാൽ ഓരോ ചെടികളും പക്ഷികളും വൃക്ഷങ്ങളും നമുക്ക് നേരായ വഴി പറഞ്ഞു തരും. നമുക്കത് മനസ്സിലാകുകയും ചെയ്യും. ബുദ്ധി ഏകാഗ്രമാകണം, ശുദ്ധ മനസ്സ് വേണം, എങ്കിലേ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് വേറെ കാറ്റടിച്ചു തോന്നുള്ളൂ. അങ്ങനെ കറങ്ങി തിരിഞ്ഞാണ് ഇദ്ദേഹം അശോകവനത്തിലെത്തുന്നു.
അവിടെ ദേവി ഇരിക്കണു. കുമാരനാശൻ പറയും, ഉടൽ മൂടിയിരുന്നു ദേവി തന്നുടയാടത്തളിരുന്നു കൊണ്ടുതാൻ വിടവങ്ങൾ കൊത്ത കൈകൾ തൻ തുടമേൽ വെച്ചുമിരുന്നു സുന്ദരി എന്ന് പറഞ്ഞിരിക്കുന്ന രംഗമുണ്ട്. മുകളിൽ കണ്ടു. ദേവിയെ മനസ്സായി. തേജസ്സുണ്ട്, സങ്കടമുണ്ട്, മലിനമായ വസ്ത്രമാണ്. ഇതിനിടയ്ക്കാണ് രാവണം തന്നെ. അപ്പോൾ ഇവിടെയൊക്കെ ഏതൊക്കെ തരത്തിലാണ് ആഞ്ജനേയ ഇതിനെ ടാക്കിൾ ചെയ്യുന്നത് മനസ്സിലായില്ലേ? അവിടേക്ക് രാവണം വന്ന് പ്രേമാഭ്യർത്ഥന നടത്തുന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അങ്ങോട്ട് വിവരിക്കുന്നില്ല. അത് കഴിഞ്ഞ് രാവണൻ തിരിച്ചുപോയി. ഇനിയാണോ ആഞ്ജനേയൻ്റെ ഏറ്റവും സുന്ദരമായൊരു മുഹൂർത്തം. ആഞ്ജനേയൻ വിചാരിക്കുകയാണ്, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ദേവി എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഞാൻ ഹനുമാന രാമൻ പറഞ്ഞു വിട്ടോ ദേവി വിശ്വസിക്കുമോ? ഇന്നത്തെ പോലെ ഐഡൻറ്റിറ്റി കാർഡോ ആധാർ കാർഡോ മൂപ്പരുടെ കയ്യിലുണ്ടോ? എന്ത് ചെയ്യും?